Hi friends. ഷമി മുഹമ്മദൻ ആൻഡ് യു ആർ വാച്ചിങ് കോംകോം കോമൺ കൊമേഴ്സ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് +1 ബിസിനസ് സ്റ്റഡീസിലെ ചാപ്റ്റർ 3 ഫോംസ് ഓഫ് ബിസിനസ് ഓർഗനൈസേഷന്റെ പാർട്ണർഷിപ്പ് ബിസിനസിനെ പറ്റിയാണ് നമ്മൾ ക്ലാസ് തുടങ്ങാൻ പോകുന്നത്. ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പായിട്ട് ഞാനൊരു എക്സാമ്പിൾ തുടങ്ങി വെക്കാം. ഓക്കെ, ഈ എക്സാമ്പിൾ മനസ്സിൽ വെച്ച് നിങ്ങൾ ബാക്കിയുള്ള ക്ലാസ്സുകൾ ശ്രദ്ധിക്കേണ്ടതായിരിക്കും. അപ്പോൾ കുറച്ചുകൂടെ റിലേറ്റ് ചെയ്ത് പഠിക്കാൻ പറ്റും. സോ ഇത്രയും പെട്ടെന്ന് വളരെ ധൃതി പിടിച്ച് പോകാന്ന് വെച്ചാൽ എനിക്ക് കുറച്ച് പോയിട്ട് ധൃതിയുണ്ട്, അതുകൊണ്ടാണ് ഇത്ര സ്പീഡാവുന്നത്. ഓക്കെ, എന്താ പക്ഷെ നിങ്ങൾക്ക് നല്ല മനസ്സിലാവുന്ന രീതിയിലായിരിക്കും. ഓക്കെ, സോ ഒരു എക്സാമ്പിൾ. ഷെമി, അതായത് ഞാൻ, രാകേഷ്, ഷിജിൻ, ഇവര് 3 പേരും കൂടെ ചേർന്ന് ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു. അതൊരു പാർട്ണർഷിപ്പ് ബിസിനസ് തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഞാൻ എന്ത് ബിസിനസ് എന്ന് ഞാൻ പറഞ്ഞു, എന്ത് ബിസിനസ് എന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാം. എന്ത് ബിസിനസ് ആയിരിക്കും നിങ്ങളുടെ മനസ്സിൽ ഒന്ന് ഫിക്സ് ചെയ്തു. അപ്പൊ ഞാൻ ആ ബിസിനസ്സിലേക്ക് ഒരു 5 ലക്ഷം രൂപ പൈസ കൊണ്ടുവന്നു. രാകേഷ് എന്ന് പറയുന്ന വ്യക്തിയും എത്ര പറയാ ഒരു 6 ലക്ഷം രൂപ പൈസ കൊണ്ടുവന്നു. ഷിജിൻ എന്ന് പറയുന്ന വ്യക്തി 4 ലക്ഷം രൂപ പൈസ കൊണ്ടുവന്നു. ടോട്ടൽ 15 ലാക്ക്. ഈ 15 ലാക്ക് ആ ബിസിനസ് ക്യാപിറ്റലായിട്ട് കൊണ്ടുവന്നു. അപ്പൊ ഇവര് ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു. ഇവരൊരു എഗ്രിമെന്റ് വെച്ചു, ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു. അവർ ആ എഗ്രിമെന്റിൽ പറയുന്നുണ്ട് എത്ര ശതമാനം പ്രോഫിറ്റ് എത്ര ശതമാനം ഓരോരുത്തർക്ക് ഡിവൈഡ് ചെയ്ത് കൊടുക്കണം, ലോസ് വന്നാൽ എത്ര ശതമാനം ഡിവൈഡ് ചെയ്ത് കൊടുക്കണം, എല്ലാം ആ എഗ്രിമെന്റ് ബേസ്ഡാണ് ആ ബിസിനസ് നടത്തിക്കൊണ്ടുപോകുന്നത്. നന്നായിട്ട് നടത്തിക്കൊണ്ടുപോയി. ഇപ്പൊ ഒരു 2 കൊല്ലത്തോളം കഴിഞ്ഞെന്ന് വിചാരിച്ചു. അപ്പോ ഇവരുടെ ആയിട്ടുള്ള ഒരു പ്രത്യേകത ഉണ്ട്. ഈ പാർട്ണർഷിപ്പ് ഫേമിന് ഒരു പ്രത്യേകതകളുണ്ട്. അപ്പോൾ ആ പ്രത്യേകത എന്തൊക്കെയാണ് ആ പാർട്ണർഷിപ്പ് ഫേമിന്റെ ഡെഫിനിഷൻസ്, ഇതെല്ലാം നിങ്ങൾ ഈ എക്സാമ്പിൾ സഹിതം ഒന്ന് മനസ്സിലാക്കി വെക്കാം. ഇതിനിടയിൽ അവർക്ക് നഷ്ടങ്ങളുണ്ടായി, ലാഭങ്ങളുണ്ടായി, പലതരത്തിലും ഉണ്ടായി. അവരെങ്ങനെ ബിസിനസ് നടത്തിക്കൊണ്ടുപോകുന്നത്, എന്താണ് ബിസിനസിന്റെ രീതി എന്നെല്ലാം നിങ്ങൾക്ക് മനസ്സിലാക്കാം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പാർട്ണർഷിപ്പിന്റെ ഡെഫിനിഷനും ആൻഡ് ഫീച്ചേഴ്സ് ആണ്. സോ ലെറ്റ്സ് സ്റ്റാർട്ട് ദ ക്ലാസ്. അപ്പോൾ ഞാനിപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞില്ലായിരുന്നോ, എന്താണ് ഷമീം എന്ന് പറയുന്ന വ്യക്തിയും രാകേഷ് എന്ന് പറയുന്ന വ്യക്തിയും പിന്നെ ഷിജിൻ എന്ന് പറയുന്ന വ്യക്തിയും കൂടെ ചേർന്ന് ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു, പാർട്ണർഷിപ്പ് ബിസിനസ്. ഓക്കെ, അവർ സ്റ്റാർട്ട് ചെയ്തിട്ട് 2-3 കൊല്ലത്തോളമായി അത് നടന്നുകൊണ്ടേയിരിക്കുകയാണ്. എന്ത് ബിസിനസ്? നിങ്ങൾക്ക് ഇഷ്ടമുള്ള ബിസിനസ് മനസ്സിൽ വിചാരിച്ചു. എന്താ പറയാ, ചിലപ്പോൾ ഒരു മൊബൈൽ ഷോപ്പ് ആയിരിക്കാം, ചിലപ്പോൾ എന്താ പറയാ ഒരു ശരി എന്താ പറയാ എന്തെങ്കിലും ഒരു ഷോപ്പാണെന്ന് വിചാരിച്ചോ. സോ അവര് മ്യൂച്വലായിട്ട് അവരൊരു അണ്ടർസ്റ്റാൻഡിങ്ങിലെത്തി അവരൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു. കുറെ കൊല്ലമായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. സോ ഇങ്ങനെ എല്ലാവരും കൂടി ചേർന്ന് വരുന്നതിനാണ് പാർട്ണർഷിപ്പ് എന്ന് പറയുന്നത്. പാർട്ട്നേഴ്സ് ചേർന്ന് നടത്തുന്ന ബിസിനസ്സാണ് പാർട്ണർഷിപ്പ് എന്ന് പറയുന്നത്. പക്ഷേ ഈ പാർട്ണർഷിപ്പിനെ റൂൾ ചെയ്യുന്ന ഒരു ഗൈഡൻസ് ഉണ്ട്, ഇന്ത്യൻ റൂൾ ഉണ്ട്. അതാണ് പാർട്ണർഷിപ്പ് ആക്ട് 1932. പാർട്ണർഷിപ്പ് ആക്ട് 1932. അത് നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുന്നുണ്ടാവും. പാർട്ണർഷിപ്പ് ആക്ട് 1932 ഉണ്ടാവും. ഈ പാർട്ണർഷിപ്പ് ആക്ട് 1932 പ്രകാരം ഒരു ഡെഫിനിഷൻ ഉണ്ട് പാർട്ണർഷിപ്പ് ബിസിനസ്സിന്. നിങ്ങൾ ബോഡി കാണുന്നുണ്ടല്ലോ ലെഫ്റ്റ് സൈഡ്. അതായത് ഇന്ത്യൻ പാർട്ണർഷിപ്പ് ആക്ട് ഡിഫൈൻസ് ദ പാർട്ണർഷിപ്പ് ആസ് റിലേഷൻ ബിറ്റ്വീൻ പേഴ്സൺസ് who have agreed to share the profit of the business carried on by all or any one of them acting for all. എങ്ങനെയാണ്? Relation between persons who have agreed to share the profits of the business carried on by all or any one of them acting for all. ഇവർ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് ഒരു എഗ്രിമെന്റ് ഒക്കെ വയ്ക്കും. എത്ര ലാഭം ഷെയർ ചെയ്യണം, എത്ര നഷ്ടം വന്നാൽ എങ്ങനെയൊക്കെ ഷെയർ ചെയ്യണം എന്നുള്ള ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിന് ഒരു എഗ്രിമെന്റ് ഒക്കെ വയ്ക്കും. അത് മാത്രമല്ല ബിസിനസ് എങ്ങനെ നടത്തിക്കൊണ്ടുപോകണം, എന്ത് ബിസിനസ് ആയിരിക്കും, ഇതെല്ലാം ഈ എഗ്രിമെന്റിൽ വരുന്നതായിരിക്കും. സോ അവർ തമ്മിലുള്ള ആ പേഴ്സൺസ്, ആ വ്യക്തികൾ തമ്മിൽ ഒരു അഗ്രിമെന്റ് എത്തി എത്ര പ്രോഫിറ്റ് ഷെയർ ചെയ്യണം, എത്രത്തോളം ഷെയർ ചെയ്യണം എന്നുള്ളത് അവർ ആദ്യമേ തീരുമാനിച്ചു വയ്ക്കും. ചിലപ്പോൾ ഈ പാർട്ട്നേഴ്സ് എല്ലാവരും കൂടെ ചേർന്നായിരിക്കും ആ ബിസിനസ് നടത്തിക്കൊണ്ട് പോവുക. അല്ലെങ്കിൽ ചില പാർട്ട്നേഴ്സിൽ നിന്നും ആ സ്ഥലത്ത് എത്തപ്പെടാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ വരികയാണെങ്കിൽ ഇവർക്ക് എല്ലാവരും കൂടെ ചേർന്ന് ഒരാളായിരിക്കും അവിടെ ആക്ട് ആവുന്നത്. ഏതെങ്കിലും ഒരു പാർട്ണർ ആയിരിക്കും അവിടെ ബിസിനസ് നടത്തിക്കൊണ്ട് പോകുന്നത്. അതാണ് ഈ ഡെഫിനിഷനിൽ പറയുന്നത്. റിലേഷൻ ബിറ്റ്വീൻ പേഴ്സൺസ് who have agreed to share the profit of the business carried on by all or any one of them acting for all. ഇതാണ് ഡെഫിനിഷനിൽ പറയുന്നത്. ഇനി നോക്കാം, കുറച്ച് എന്താ പറയാ ഫീച്ചേഴ്സിനെ പറയുന്നുണ്ട്. എന്തൊക്കെയാണ് പാർട്ണർഷിപ്പ് ബിസിനസിന്റെ ഫീച്ചേഴ്സ് എന്നുള്ള കാര്യങ്ങൾ. ഓക്കെ, നമ്മൾ കുറച്ച് ഫീച്ചേഴ്സ് 6 ഫീച്ചേഴ്സ് വരുന്നുണ്ട്. ആ 6 ഫീച്ചേഴ്സ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യണം. എന്താണെന്ന് വെച്ചാൽ ഒരു ഫോർമേഷൻ, ഒരു പാർട്ണർഷിപ്പ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ അതിന്റെ ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത്, അതിന്റെ ഫീച്ചേഴ്സിൽ വരുന്നതാണ് ഫോർമേഷൻ എന്ന് പറഞ്ഞ പോയിന്റ്. ഈ ഫോർമേഷൻ പോയിന്റ് എന്ന് വെച്ചാൽ
ഒരു പാർട്ണർഷിപ്പ് ബിസിനസ് എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്, ഒരു പാർട്ണർഷിപ്പ് ബിസിനസ് എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത് എന്നുള്ള കാര്യമാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അതായത് 1932 പാർട്ണർഷിപ്പ് ആക്ട് പ്രകാരമായിരിക്കണം പാർട്ണർഷിപ്പ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിരിക്കേണ്ടത്. അത് മാത്രമല്ല പാർട്ണർഷിപ്പ് ഡീഡ്, അതായത് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ ഒരു അഗ്രിമെന്റ് ഉണ്ടെന്ന് പറഞ്ഞല്ലോ പാർട്ട്നേഴ്സ് തമ്മിൽ, ആ പാർട്ട്നേഴ്സ് തമ്മിലുള്ള അഗ്രിമെന്റിനെയാണ് പറയുന്നത്. ആ ബിസിനസ് എങ്ങനെ നടത്തിക്കൊണ്ടു പോകണം, എത്ര ലാഭം ഷെയർ ചെയ്യണം, നഷ്ടം എങ്ങനെയാണ് ഷെയർ ചെയ്യേണ്ടത്, അത് മാത്രമല്ല വേറെ പല കാര്യങ്ങളും ഇൻക്ലൂഡ് ആയിട്ട് വരുന്ന പാർട്ണർഷിപ്പ് ഡീഡാണ്. ഓക്കെ, ആ പാർട്ണർഷിപ്പ് ഡീഡും കൂടെ ഉണ്ടെങ്കിൽ പാർട്ണർഷിപ്പ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്തെടുക്കാൻ പറ്റത്തുള്ളൂ. അത് മാത്രമല്ല ക്യാപിറ്റൽ, ഈ പാർട്ട്നേഴ്സ് കൊണ്ടുവരുന്ന ക്യാപിറ്റൽ എന്ന് വെച്ചാൽ മൂന്ന് തന്നെ ഓരോരുത്തരും ഓരോ ഇതായിട്ട് പൈസ കൊണ്ടുവരും അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെന്റ് നടത്തും. അങ്ങനെയാണ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, അതാണ് ഫോർമേഷൻ ഓഫ് ബിസിനസ് എന്ന് പറയുന്നത്, ഫോർമേഷൻ ഓഫ് പാർട്ണർഷിപ്പ് ബിസിനസ് എന്ന് പറയുന്നത്. ഇനി ലയബിലിറ്റിയുടെ കേസ് നോക്കിയാണ്, ഒരു ബിസിനസ്സും പാർട്ട്നേഴ്സും കൂടെ ചേർന്ന് നടത്തിക്കൊണ്ട് പോകണം. അപ്പം ബിസിനസ്സിന് എന്തെങ്കിലും നഷ്ടം സംഭവിച്ചാൽ, വൻ നഷ്ടങ്ങൾ സംഭവിച്ചെന്നിരിക്കട്ടെ, അങ്ങനത്തെ സിറ്റുവേഷൻ വന്നാൽ അത് ആ പാർട്ട്നേഴ്സിന്റെ പേഴ്സണൽ അസറ്റ്സിനെയും കൂടെ ബാധിക്കുന്ന കാര്യങ്ങളാണ്. അവരുടെ വ്യക്തിപരമായുള്ള സ്വത്തുക്കൾ വരെ നഷ്ടപ്പെടാനുള്ള സിറ്റുവേഷൻസ് വരും. സോ ഇതിൽ നിന്ന് നമുക്കൊരു കാര്യം മനസ്സിലാക്കാം, പാർട്ട്നേഴ്സ് ഹാവ് അൺലിമിറ്റഡ് ലയബിലിറ്റി. ഒരു ബിസിനസ് ഏതൊക്കെ പാർട്ട്നേഴ്സ് ഉണ്ടോ എല്ലാ പാർട്ട്നേഴ്സിനും അൺലിമിറ്റഡ് ലയബിലിറ്റിയുടെ പോസിബിലിറ്റീസ് ഉണ്ട്. അൺലിമിറ്റഡ് ലയബിലിറ്റീസിന്റെ പോസിബിലിറ്റീസ് ഉണ്ട്. അതാണ് സെക്കൻഡ് ഇതിൽ പറയുന്നത്. ഓക്കെ, എല്ലാ പാർട്ട്നേഴ്സും കൊണ്ട് ചേർന്നായിരിക്കും അതിന്റെ ലയബിലിറ്റി വരുന്നത്. ഓക്കെ, ഇനി അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് റിസ്ക് ബെയറിംഗ് ആണ്. റിസ്ക് ബെയറിംഗ് എന്ന് വെച്ചാൽ ഒരു ബിസിനസ്സിന് എന്തെങ്കിലും റിസ്ക് ഉണ്ടായാൽ അത് പാർട്ട്നേഴ്സ് എല്ലാവരും കൂടെ ചേർന്ന് അത് ബെയർ ചെയ്താലേ പറ്റത്തുള്ളൂ, അത് വഹിച്ചാലേ പറ്റത്തുള്ളൂ. ഒരു ബിസിനസ് പലതരത്തിലുള്ള റിസ്ക്കുകളും അതെല്ലാം ആ പാർട്ട്നേഴ്സിനെ ബാധിക്കുന്നതായിരിക്കും. ആ പാർട്ട്നേഴ്സിന് ആ റിസ്ക് ബെയർ ചെയ്യേണ്ട സിറ്റുവേഷൻ വരുന്നതായിരിക്കും. ഓക്കെ, ഇതാണ് നമ്മൾ ലയബിലിറ്റിയും റിസ്ക് ബെയർ ചെയ്യുന്നത്. ബിസിനസ്സിന് എന്തെങ്കിലും റിസ്ക്കോ എന്തെങ്കിലും പോസിബിലിറ്റി, റിസ്കിനുള്ള എന്തെങ്കിലും പോസിബിലിറ്റീസ് വന്നാൽ അത് എല്ലാ പാർട്ട്നേഴ്സിനെ ബാധിക്കുന്ന കാര്യക്കും, അവർ ബെയർ ചെയ്യേണ്ട കാര്യവുമാണ്. ഓക്കെ, ഇതാണ് ഈ 3 ഫീച്ചേഴ്സ് വരുന്നത്, ഫോർമേഷൻ, ലയബിലിറ്റി, റിസ്ക് ബെയറിംഗ്. ഇനി പറയുന്ന കാര്യം കണ്ടിന്യൂറ്റി. പാർട്ട്ണർഷിപ്പ് ബിസിനസ് എത്ര നാൾ വരെ കണ്ടിന്യൂ ചെയ്ത് പോകും. അതെന്താ പറയുന്നത്, ഇപ്പൊ പാർട്ട്നേഴ്സ് തന്നെ തീരുമാനിക്കുകയാണ്. ഉദാഹരണം പറയാം, പാർട്ട്നേഴ്സ് തന്നെ തീരുമാനിക്കുകയാണ് നമുക്ക് ഇത് ഡിസ്പേഴ്സ് ചെയ്ത് വിടാം, നമുക്ക് ഈ ബിസിനസ് നിർത്താമെന്ന് പറയാം. അവർ തീരുമാനിച്ചില്ല, ആ ബിസിനസ് അവിടെ നിർത്തും. പിന്നെ ഒരു സിറ്റുവേഷൻ വെച്ചാൽ എന്താ പറയാ, ഇപ്പൊ 4-5 പാർട്ട്നേഴ്സ്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഷമീം, രാകേഷ്, ഷിജി, ഇങ്ങനെ 3 പേരും കൂടെ ചേർന്ന് പാർട്ണർഷിപ്പ് ബിസിനസ് നടത്തിക്കൊണ്ടു പോകുന്ന സിറ്റുവേഷൻ വരുന്നുണ്ട്. ഓക്കെ, ആ സിറ്റുവേഷനിൽ ഇപ്പൊ ഏതെങ്കിലും ഒരു വ്യക്തിക്ക് മരണം നേരിട്ട സിറ്റുവേഷൻ വന്നാൽ അവർക്ക് വേണമെങ്കിൽ എന്താ പറയാ, ആ വ്യക്തിക്ക് പകരം അല്ലെങ്കിൽ മറ്റൊരാളെ ആ പാർട്ണർഷിപ്പിൽ ചേർക്കാവുന്നതായിരിക്കാം. അല്ലെങ്കിൽ ഒരു വ്യക്തി ആ ബിസിനസ്സിൽ നിന്ന് പോയാൽ അവർക്ക് ഇനി ആ വ്യക്തിക്ക് ഇനി ചെയ്യാൻ താല്പര്യമില്ല എന്നൊരു സിറ്റുവേഷൻ വന്നാൽ ആ വ്യക്തി നിർത്തിപ്പോയാൽ അതിന് പകരം വേറൊരാളെ ചേർക്കാം, അല്ലെങ്കിൽ പിന്നീടുള്ള 2 പേരെ വെച്ച് ചേർക്കാം. പക്ഷെ ഒരാൾ മാത്രമായിട്ട് പാർട്ണർഷിപ്പ് നടത്തിക്കൊണ്ടു പോകത്തില്ല. ഇപ്പൊ ഞാനൊരു ഉദാഹരണം പറഞ്ഞുതരാം. 3 പേരുള്ള പാർട്ണർഷിപ്പ്, അവർ 2 പേരും നിർത്തിപ്പോയെന്ന് വിചാരിച്ചോ, പിന്നെ അതൊരു പാർട്ണർഷിപ്പ് ആണെന്ന് പറയാൻ പറ്റുമോ? സോ ആ പാർട്ണർഷിപ്പ് ബിസിനസ് എന്ന് പറഞ്ഞ ബിസിനസ് അവിടെ നിന്ന് പോവുകയാണ്. ചിലപ്പോൾ പിന്നീട് സോൾ പ്രോപ്പറേറ്ററായിട്ട് മാറുമായിരിക്കാം. പക്ഷെ ഒന്നിൽ കൂടുതൽ ആൾക്കാർ വരുമ്പോഴാണ് പാർട്ണർഷിപ്പ് ബിസിനസ് എന്ന് പറയുന്നത്. മനസ്സിലായ കാര്യം? ഓക്കെ, ഇനി എന്താ പറയാ, ബിസിനസ് ഡിസ്പോസ് ചെയ്യുക, അതായത് ഡിസ്മാൻഡിൽ ചെയ്യുന്ന സിറ്റുവേഷൻ വരികയാണെങ്കിൽ, ബിസിനസ് നിർത്തുകയാണെങ്കിൽ ഡിസൊല്യൂഷൻ എന്ന് പറയും. അതായത് ബിസിനസ് നിർത്തി പോകുന്ന സിറ്റുവേഷൻ ആണെങ്കിൽ അപ്പോൾ പാർട്ണർഷിപ്പ് ബിസിനസ് നിൽക്കും. ഓക്കെ, പിന്നെ നമ്പർ ഓഫ് പാർട്ട്നേഴ്സിന്റെ സിറ്റുവേഷൻസ്, ഇത് ഇമ്പോർട്ടന്റ് കാര്യമാണ്. ഒരു പാർട്ണർഷിപ്പ് ബിസിനസ്സിനെ പല ബിസിനസ് കാറ്റഗറി അനുസരിച്ച് ഒരു ലിമിറ്റ് വെച്ചിട്ടുണ്ടാകും. അതായത് 2013 നിങ്ങൾ ഇത് ഓർത്ത് വയ്ക്കുക, 2013 കമ്പനീസ് ആക്ട് പ്രകാരം, കമ്പനീസ് ആക്ട് അതായത് 2013 കമ്പനീസ് ആക്ടിലെ സെക്ഷൻ 464 പ്രകാരം മാക്സിമം നമ്പർ ഓഫ് പാർട്ട്നേഴ്സ് ഇൻ എ പാർട്ണർഷിപ്പ് ഫേം ക്യാൻ ബി 100 സബ്ജക്ട് ടു ദ നമ്പർ പ്രിസ്ക്രൈബ്ഡ് ബൈ ദ ഗവൺമെന്റ്. ഓക്കെ, മാക്സിമം നമ്പർ ഓഫ് പാർട്ട്നേഴ്സ് ഇൻ ദ പാർട്ണർഷിപ്പ് ഫേം, ഒരു പാർട്ണർഷിപ്പ് ഫേമിന്റെ മാക്സിമം നമ്പർ ഓഫ് പാർട്ട്നേഴ്സ് എന്ന് പറയുന്നത് 100 ആയിരിക്കണം. സബ്ജക്ട് ടു ദ ഗവൺമെന്റ്, സബ്ജക്ട് ടു ദ നമ്പർ പ്രിസ്ക്രൈബ്ഡ് ബൈ ദ ഗവൺമെന്റ്. ഇത് ചിലപ്പോൾ പിന്നീട് മാറി എന്ന് പറയാം. ഗവൺമെന്റ് എന്തെങ്കിലും അമെന്റ്മെന്റ് കൊണ്ടുവന്നാൽ അതിനനുസരിച്ച് ചിലപ്പോൾ 100 കൂടാം, പിന്നീട് കുറയുകയും ചെയ്യാം. ഇത് തന്നെ 100 തന്നെ ആയിരിക്കണമെന്നില്ല. പക്ഷെ ഇപ്പോൾ നിലവിലുള്ള റൂള് 100 പേർക്ക് പാർട്ണർഷിപ്പ് ഫേമിൽ ഒരു പാർട്ണർഷിപ്പ് ഫേമിൽ പാർട്ട്നേഴ്സ് ആയിട്ട് നിലനിൽക്കാൻ പറ്റത്തുള്ളൂ എന്നാണ് പറയുന്നത്. ഓക്കെ, ആസ് പെർ അടുത്ത കാര്യം ശ്രദ്ധിക്കുക. ആസ് പെർ റൂൾ 10 ഓഫ് ദ കമ്പനീസ് റൂൾസ് 2014,
ദ പ്രസന്റ് മാക്സിമം നമ്പർ ഓഫ് മെമ്പേഴ്സ് ക്യാൻ ബി 50. അതായത് അറ്റ് പ്രസന്റ് ഇപ്പോൾ 50 മെമ്പേഴ്സിനെ പറ്റത്തുള്ളൂ. അതായത് മാക്സിമം നമ്പർ ഓഫ് പാർട്ട്നേഴ്സ് മാക്സിമം പോയാൽ 100 വരെ പറ്റും എന്നാണ് ഉദ്ദേശിക്കുന്നത്. പക്ഷെ നിലവിലത്തെ സാഹചര്യത്തിൽ ഇപ്പോൾ മാക്സിമം കമ്പനി റൂൾ പ്രകാരമാണെങ്കിൽ മാക്സിമം 50 പേരെ പറ്റത്തുള്ളൂ. ഓക്കെ, എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ഞാൻ പിന്നീട് അത് കൂടുതൽ റെക്ടിഫൈ ചെയ്ത് പറയുന്നതായിരിക്കും. ഓക്കെ, നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. പിന്നെ മ്യൂച്വൽ ഏജൻസി, അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് മ്യൂച്വൽ ഏജൻസി. ഞാൻ പറഞ്ഞു ഒരു ബിസിനസ് പരസ്പരം അങ്ങോട്ടും എല്ലാ പാർട്ട്നേഴ്സും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം റെസ്പോൺസിബിലിറ്റീസ് ഉണ്ടെന്ന് പറഞ്ഞു. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു ഒരു ബിസിനസ് നടത്തിക്കൊണ്ട് പോകുമ്പോൾ റിസ്ക് ആയാലും ലയബിലിറ്റി ആയാലും അവർ ഒരുമിച്ചാണ് ബെയർ ചെയ്യേണ്ടി വരുന്നത്. ലോസ് ആയാലും അവർക്ക് ഒരുമിച്ച് ബെയർ ചെയ്യേണ്ടി വരും. അതേ സിറ്റുവേഷൻ തന്നെയാണ് ഒരു വ്യക്തിക്ക് അല്ലെങ്കിൽ ഈ പാർട്ട്നേഴ്സിന് വേണ്ടി ഏതെങ്കിലും ഒരു വ്യക്തിക്ക് ആ ബിസിനസ് നേരാണ് നടത്തിക്കൊണ്ട് പോകാൻ പറ്റിയില്ലെങ്കിൽ, മീൻസ് പുള്ളിക്ക് അവിടെ ആ വ്യക്തിക്ക് അവിടെ എത്താൻ പറ്റാത്ത സിറ്റുവേഷൻ വരികയാണെങ്കിൽ എന്താ പറയാ, അവിടെ ആ വ്യക്തിക്ക് വേണ്ടി മറ്റു ആൾക്കാരായിരിക്കും ആ ബിസിനസ് നടത്തിക്കൊണ്ടു പോവുക, ആ വ്യക്തിയുടെ പ്രസൻസ് ഇല്ലാത്ത സിറ്റുവേഷൻ. അപ്പൊ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു മ്യൂച്വൽ ഒരാൾക്ക് പകരം മറ്റൊരാൾ പ്രവർത്തിക്കേണ്ട സിറ്റുവേഷൻസ് പാർട്ണർഷിപ്പിൽ വരുന്നുണ്ട്. അതാണ് മ്യൂച്വൽ ഏജൻസി. ഒരാൾക്ക് പകരം പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മറ്റൊരാൾ പ്രവർത്തിക്കേണ്ട സിറ്റുവേഷൻ വരുന്നുണ്ട്. ചിലപ്പം ഒരു വ്യക്തിയായിരിക്കും ബാക്കിയുള്ള പാർട്ട്നേഴ്സിന് വേണ്ടി എല്ലാ ബിസിനസ് നടത്തിക്കൊണ്ട് പോകുന്നത്, അല്ലെങ്കിൽ എല്ലാ വ്യക്തികളോടും ചേർന്നായിരിക്കും ആ ബിസിനസ് നടത്തിക്കുന്നത്. ഇതാണ് പറയുന്നത് മ്യൂച്വൽ ഏജൻസി എന്ന് പറയുന്നത്. സോ ഇന്ന് നമ്മൾ പഠിച്ച ഈ പാർട്ണർഷിപ്പിൻ്റെതും ഡെഫിനിഷനും ഫീച്ചേഴ്സും ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത്. നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഡൗട്ടോ ഉണ്ടെങ്കിൽ പ്ലീസ് ട്രൈ ടു റെക്ടിഫൈ ത്രൂ കമന്റ് ബോക്സസ്. ഓക്കെ, എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാനത് ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ വെച്ച് നോക്കുകയാണെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കി പഠിക്കുക. അങ്ങനെ മനസ്സിലാക്കി പഠിച്ചാൽ അത് നന്നായിട്ട് എളുപ്പമാക്കി റിലേറ്റ് ചെയ്ത് പഠിക്കാൻ പറ്റും. ഓക്കെ, സോ ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. ബൈ ബൈ, താങ്ക് യു.